കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLA സ്റ്റേജിൽ നിന്ന് വീണു പരിക്കേറ്റ സംഭവത്തിൽ അറസ്റ്റിലായ 3 പേരുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. മൃദംഗ വിഷൻ CEO ഷമീർ, പന്തൽ പണിത മുളന്തുരുത്തി സ്വദേശി ബെന്നി, ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപന ഉടമ കൃഷ്ണകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്ക് കോടതി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. കേസിൽ അറസ്റ്റിലായ മൃദംഗ വിഷൻ മാനേജിംഗ് ഡയറക്ടർ നിഘോഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. നമുക്കിപ്പം വിവരങ്ങളുമായി റിയ ബേബി ചേരുന്നുണ്ട്. റിയ, അത്യന്തം വലിയൊരു അനാസ്ഥ കണ്ടെത്തിയ ഒരു കേസ്. അതിൽ നിന്ന് 3 പേരുടെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്തിയ ഭരതനാട്യം പരിപാടിയിൽ അടിമുടി ക്രമക്കേടാണ്, സുരക്ഷാ വീഴ്ചയാണ് എന്നതായിരുന്നു ആദ്യഘട്ടം മുതൽ പുറത്തു വന്ന വാർത്ത. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലും അത് കണ്ടെത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മൃദംഗ വിഷന്റെ CEO ആയിട്ടുള്ള ഷമീർ, അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കോർഡിനേറ്റ് ചെയ്തിരുന്ന കൃഷ്ണകുമാർ, പന്തലുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്തിരുന്ന മുളന്തുരുത്തി സ്വദേശി ബെന്നി, 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അവർക്ക് ഇടക്കാല ജാമ്യം നൽകുകയും ചെയ്തത്. അവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്, മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് മൃദംഗ വിഷന്റെ തന്നെ MD ആയിട്ടുള്ള MDനെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഈ കേസിൽ മറ്റൊരാൾ കൂടി പോലീസ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ കാരണങ്ങളാൽ ഈ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റിന്റെ പ്രതിനിധിയായിട്ടുള്ള ജിനീഷ് തനിക്ക് തൽക്കാലം പോലീസിന് മുമ്പാകെ ഹാജരാകാൻ കഴിയില്ല എന്നതായിരുന്നു നേരത്തെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടിയിലേക്കും പോലീസ് നീങ്ങിയിട്ടുണ്ട്. ഇതിൽ പോലീസ് പ്രധാനമായും ആദ്യഘട്ടത്തിൽ ജാമ്യമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയതെങ്കിലും പിന്നീട് ഗൗരവ സ്വഭാവമുള്ള വകുപ്പുകളിലേക്ക് അന്വേഷണ സംഘം മാറി. മനഃപൂർവ്വം മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്ത ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത്. അതോടൊപ്പം തന്നെ രക്ഷിതാവായ ബിജിയുടെ പരാതിയിൽ വഞ്ചന കുറ്റമടക്കം ഇവർക്കെതിരെ ചുമത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് പോലീസ് കൃത്യമായി തന്നെ ഗൗരവമായ വകുപ്പുകൾ ചുമത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇനി പ്രധാന പ്രതിയായിട്ടുള്ള അടക്കമുള്ള ആളുകൾ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ അടക്കമുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെ വലിയ ഗൗരവത്തോടെ ഈ കേസിനെ കാണേണ്ടത് തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി റിയ.